നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഫ്രൂട്ട് ഗാർഡനിലേക്കാണ്. ഇവിടെ ഇതുപോലുള്ള കുറേ ഫ്രൂട്ട് ഗാർഡനുകളുണ്ട്. ഇത് ഒരു ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ ജനങ്ങൾ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അവർ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഫ്രൂട്ട്സുകളാണ്. അത് ഫോറിനേഴ്സിന് ഫ്രൂട്ട് ഗാർഡൻ ആയിട്ട് അവർ കാണിച്ചു കൊടുക്കുന്നു. ഇത് നോക്കിയൊരു മുണ്ടച്ചക്ക പെട്ടെന്ന് കാണുമ്പോൾ ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നും. ഇവിടെ ഇവർ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് സ്റ്റാർ ആപ്പിളും ഓറഞ്ചും വിയറ്റ്നാമിലെ പ്രധാനമായ ചക്കയുമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കപ്പപ്പറങ്കൽ അല്ലെങ്കിൽ കാന്താരി മുളക്, അത് ഇവർ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ പച്ചമുളകിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാന്താരി മുളകാണ്. അങ്ങനെ ഈ ഫ്രൂട്ടുകളെല്ലാം നോക്കി കുറേ നേരം നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഇവരുടെ സ്ഥലത്തിൻ്റെ കുറേ ഭാഗങ്ങളിൽ ഇതുപോലെ ചാലുകളാക്കിയിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ വെള്ളമാണ് ഇവിടുത്തെ കൃഷികൾക്ക് ഉപയോഗിക്കുന്നത്. വിയറ്റ്നാമിൽ മെയിനായിട്ട് ചക്കയാണ് കൃഷി ചെയ്യുന്നത്. അത് നല്ല മധുരമുള്ള ചക്കയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം വീടുകളിലും ഉണ്ടാവും ഈ വിയറ്റ്നാമീസ് ചക്ക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടു നടുന്നത്. പിന്നെ ഈ കാണുന്ന പാലങ്ങളൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട്, അതായത് ഫോറിനേഴ്സിന് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ നമ്മളെ നാട്ടിലെല്ലാം കുറേ കണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് വലിയ കൗതുകമായിട്ടൊന്നും തോന്നില്ല. ഇപ്പം കണ്ടത് ഫോട്ടോസിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ചേച്ചി എനിക്ക് കാണിച്ചു തന്നെയാണ്. ഈ ഫ്രൂട്ട് ഗാർഡനിൽ എൻട്രി ചെയ്യുന്നതിനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 50,000 VND ആണ്. ഈ 50,000 VNDയിൽ ഇവർ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് പറിച്ചു തരും. അത് നമുക്ക് കഴിക്കാൻ അവർ തരും. ചില ഫ്രൂട്ട്സൊക്കെ അവരെൻ്റെ വായിലിട്ട് തരുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ ഒരു കാണിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ അത് ഭയങ്കര പുളിയുള്ളൊരു ഫ്രൂട്ടാണ്. ഏകദേശം നമ്മുടെ ചോന്ന മുന്തിരീൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് വരുന്ന ഒരിതാണ്. നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആ ചേച്ചി തന്നെ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നു. പിന്നെ ഫ്രൂട്ട്സ് മാത്രമല്ല, അതിനിടയിൽ കുറച്ച് പച്ചക്കറികളായാലും അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓറഞ്ചാണ്. ഈ പച്ച നിറമുള്ള ഓറഞ്ചാണ് അധികം ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല മധുരമാണ്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഥകളും പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ എവിടെയോ വെച്ച് മറന്നുപോയി. പിന്നെ വിയറ്റ്നാമിൽ കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് ചക്ക. ചക്കയും കുറേ അധികം കൃഷി ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ മരങ്ങളാണ് കാണുന്നത്. നമ്മൾ ഇവിടെ എത്തുമ്പോൾ വൈകുന്നേരമായിന്, അതുകൊണ്ട് കുറച്ച് കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്രൂട്ട്സൊക്കെ നിറയെ പിടിച്ചു വെക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. പിന്നെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഫുഡ് കഴിക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റും കൂടിയുണ്ട്. കുറേ ടേബിളും കസേരയൊക്കെ ഇട്ടിട്ട് ആ ചേച്ചി അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനായിട്ട് തന്നു. ഈ സ്റ്റാർ ആപ്പിൾ 2 തരത്തിലുണ്ട്. ഒന്ന് പുറം ഭാഗം പച്ചയുള്ളതും ഒന്ന് വയലറ്റ് ഉള്ളതും. വയലറ്റ് കളറുള്ളതിൻ്റെ ഉള്ളിൽ വയലറ്റും വൈറ്റും ചേർന്ന ടെക്സ്ചറായിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റാർ ആപ്പിളിന് നല്ല മധുരമുണ്ട്. നമ്മുടെ ഇളനീറിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. പിന്നെ അവിടെ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ട് ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്കിങ്ങനെ തുഴഞ്ഞു പോകാം. അത് ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് തുഴയാൻ അറിയാത്തതുകൊണ്ട് നമ്മളതിൽ കയറി കുറേ കളിച്ചു. ആ ചേച്ചിയാണെങ്കിൽ കയറിയതുമില്ല. ലാസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നറിയുമ്പം ആ ചേച്ചി വന്ന് നമ്മളൊന്നിച്ച് കുറച്ച് തുഴഞ്ഞുകൊണ്ടിരുന്നു. എൻജോയ് ചെയ്യാനും നല്ല പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു അത്. ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് അവിടെ ചിലവഴിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 50,000 VNDക്ക് നമുക്ക് നല്ലൊരു വർത്തായിരുന്നു അത്. കുറേയധികം ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇതുപോലെ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ വരുമ്പം വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇല്ലാത്തത്. പിന്നെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നത്.